വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ആത്മഹത്യയും 3 അനുബന്ധ കേസുകളുമാണ് അന്വേഷിക്കുക. അതേസമയം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയും വാദം തുടരും. ബാങ്ക് നിയമനത്തിനായി NM വിജയൻ മുഖാന്തരം കോൺഗ്രസ് നേതാക്കൾക്ക് പണം നൽകി വഞ്ചിക്കപ്പെട്ടെന്ന് കാണിച്ച് താളൂർ അപ്പോഴത്ത് പത്രോസ്, അമ്പലവയൽ പുത്തമ്പുരയിൽ ഷാജി, പുൽപ്പള്ളി സ്വദേശി സായൂജ് എന്നിവർ നൽകിയ പരാതിയും NM വിജയനും മകനും ആത്മഹത്യ ചെയ്ത കേസുമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക. നിലവിൽ സുൽത്താൻ ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല. വിഷം അകത്തുചെന്ന നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് NM വിജയനും മകൻ ജിജേഷും മരിച്ചത്. NM വിജയന് 1.5 കോടി രൂപയുടെ ബാധ്യതകളെന്ന് ഡയറിക്കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നു. വിജയന്റെ മുറിയിൽ നിന്നും പോലീസ് കണ്ടെടുത്ത ഡയറിയിൽ 2022 വരെയുള്ള ബാധ്യതകളാണ് രേഖപ്പെടുത്തിയിരുന്നത്. ആത്മഹത്യക്കുറിപ്പിൽ MLA IC ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരുടെ പേരുകൾ സൂചിപ്പിച്ചിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം അന്വേഷണ സംഘം ചുമത്തിയതോടെ 3 പേരും ജില്ലയ്ക്ക് പുറത്താണ്. അതേസമയം 3 പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചു. നാളെയും വാദം തുടരും. 1000 പേജുള്ള കേസ് ഡയറിയും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് CPM പ്രതിഷേധത്തിലാണ്. 29-ന് സുൽത്താൻ ബത്തേരിയിൽ മനുഷ്യച്ചങ്ങല തീർക്കും. DYFI നാളെ രാപ്പകൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്.